ഹായ് ഫ്രണ്ട്സ്. അമ്മ നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക് PSC ഇറങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏതാണ്ട് 9:40 10 മണി 9:40 കേട്ടോ. നല്ല ബ്ലോക്കാണെന്ന് പറയുന്നത്. നമ്മൾ പോയിട്ട് എന്തിനാണെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോ പോണ വഴിക്ക് കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏകദേശം എത്തിയപ്പോഴേ നമ്മൾ കല്ലമ്പലം കഴിഞ്ഞപ്പോഴേ നല്ല ബ്ലോക്ക്. നമ്മൾ ട്രാഫിക്കിന്റെ വലയിൽ കുടുങ്ങിയെന്ന് തന്നെ പറയാം. അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല, അങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ കൂടെ ഉള്ളവരെല്ലാവരും മിക്കവരും ഇതിലുള്ളവരാണ്. ഈ PSC പോകുന്ന നമ്മുടെ സ്കൂളിലല്ല, കൊല്ലത്തുള്ള പല സ്കൂളുകളിലും, കൊല്ലം, കൊട്ടിയം, അങ്ങനെ പല സ്കൂളിലും പോകുന്നതാണ്. അവസാനം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവിടെ എത്തിയോടെ നമ്മൾ വെച്ച് ചോറ് കഴിക്കാം. കാരണം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തിയും കരുവാടും വിഴുക്കും അച്ചാറും ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ കുറച്ചങ്ങ് പ്രിപ്പയർ ചെയ്തതാണ്. പെട്ടെന്ന് നമ്മൾ പണ്ടത്തെ സ്കൂളിൻ്റെ ഒരു ഓർമ്മ, സ്കൂളിൽ ഇരുന്ന് തിന്നാനുള്ളൊരു അവസരമായിരുന്നു അല്ലേ ചോറ്. പിന്നെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. വിമല ഹൃദയ എന്ന സ്കൂളെന്ന് വെച്ചാൽ അവിടെ നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് ഇന്ന് PSC ആയതുകൊണ്ട് അവർ ബാക്കിയുള്ളവർക്കും വരുന്നവർ കൂടെ കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിക്കുകയാണ്. തിരിച്ചെന്ന് വെച്ചാൽ നമ്മൾ നേരെ വിചാരിച്ചു നമ്മളെ ബീച്ചിൽ പോകാനായിട്ടാണ്. കാരണം ഈ എക്സാം ടൈമിൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക്, കാരണം വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകാനേ നോക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളും പെട്ടെന്ന് ഇറങ്ങിയ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അതിനിടയിലായിപ്പോയി വണ്ടി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതും അതും ഇപ്പോഴത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നേരെ നമ്മൾ പോകുന്ന കൊല്ലം ബീച്ചിലോട്ടാണ്. കൊല്ലം ബീച്ച്, ഗാന്ധി പാർക്ക് അടുത്തുള്ള ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു മഹാത്മാഗാന്ധി പാർക്ക്. അതൊക്കെ ഉണ്ട്. പോണ വഴിക്ക് അതൊക്കെ കാണിച്ചു. ഉള്ളിൽ കയറാൻ പറ്റാത്തതെല്ലാം നമ്മൾ കയറുന്നില്ല. കുഞ്ഞൊന്നും ഇല്ലാതെ കയറിയിട്ട് നമുക്ക് അവിടെ കാണാനൊന്നും ഒന്നുമില്ല. സോ നമ്മൾ എന്തായാലും ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. പക്ഷെ ഭയങ്കര വെയിലുണ്ടായിരുന്നു. അപ്പം കടലിലൊന്നും കളിക്കാനോ ഒന്ന് അവിടെ പോയി ഇരിക്കാനൊന്നുള്ള സിറ്റുവേഷൻ അല്ല എന്ന് മനസ്സിലായി. അതുപോലെ വേറെ കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്താണ് എത്തണം. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചാവുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അങ്ങനെയല്ല, പല പല സമയങ്ങളെല്ലാം വന്നു. ഇപ്പം ഒരുമിച്ചാണ് അങ്ങോട്ട് പോകുമ്പോൾ പല സമയത്താണ്. ഈ തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഒരു സമയത്ത് ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആണ്. പിന്നെ അതുപോലെ 1:30 മണി കഴിഞ്ഞ് ഒരുപാട് പേര് എക്സാം എഴുതാതെ പോയി കേട്ടോ. അവിടെ നല്ല പ്രശ്നം ഉണ്ടായി. ഗ്യാറ്റിൽ വന്ന് അടി ഒരു ബഹളം. അപ്പൊ സെക്യൂരിറ്റി 1:30 മണിക്ക് മുമ്പേ ക്ലാസ്സിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 1:30 മണിക്ക് ശേഷം ഈ ബ്ലോക്കിൽ പ്രകാരം ഗവൺമെന്റ് ഇതല്ലേ PSC അല്ലേ, അപ്പൊ അവർ കയറ്റത്തില്ല. ഇതാണ് നമ്മളെ ഗാന്ധി പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലൂടെ നമ്മൾ നേരെ ചെന്നാൽ നമുക്ക് പാർക്കിൻ്റെ അകത്തല്ല, പുറത്തൂടെ നമ്മൾ നേരെ ചെന്ന് വളവ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബീച്ചിലോട്ട് കയറാൻ പറ്റും. അപ്പം നമുക്ക് നേരെ ബീച്ചിലോട്ട് തന്നെ പോവാം. നമ്മുടെ റൈറ്റ് തിരിഞ്ഞ അവിടെ നേരെ കാണുന്നതാണ് നമ്മുടെ ബീച്ച്. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ പാർക്കിന്റെ എൻഡാണ് കേട്ടോ. പാർക്ക് മതിലിന്റെ അപ്പുറം പാർക്കാണ്. ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല എന്റർടൈൻമെന്റ് ആണ്. പുതിയ ഒരുപാട് റൈഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ നല്ല ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ നോക്കിയപ്പോ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഓരോന്ന് വെക്കുന്നതേ ഉള്ളൂ. പലഹാരക്കടക്കാരൊക്കെ വെക്കുന്നതേ ഉള്ളൂ. കാരണം ബജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം 3 മണിയേ ആയുള്ളൂ. ഇത് രാത്രി 10-11 മണി വരെ ഈ ബീച്ച് നല്ല തിരക്കായിരിക്കും. നമ്മൾ സാധാരണ ന്യൂ ഇയറിനൊക്കെ ഈ സമയത്ത് ഇടാറുണ്ട്. ഭയങ്കര തിരക്കും ഭയങ്കര കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഒന്ന് തിരയും അതൊക്കെ ജസ്റ്റ് ഒന്ന് വീക്ഷിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാന്ന് പറയുന്നത്. കടലിൽ പോകാൻ നിന്നില്ല കേട്ടോ. കടലിലോട്ട് ഇറങ്ങാൻ നിന്നില്ല. ബാക്കിയുള്ള രാവിലെ വന്നതിന്റെ വളരെ ക്ഷീണത്തിലാണ്. അപ്പൊ ഇതൊരു വല്ലാത്ത ഇതാണ് കേട്ടോ. എവിടെ കടൽ തീരത്ത് പോയാലും നമ്മൾ ഈ അച്ചാർ അന്ന് വാങ്ങിയില്ല. അച്ചാർ നമ്മൾ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. നമുക്ക് വാങ്ങാനൊന്നും നമ്മൾ വാങ്ങിയില്ല. ഇപ്പൊ നമ്മൾ പോകുന്നത് വാടിയിലോട്ടാണ്. വാടി എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ ലൈവിൽ വന്നപ്പോൾ നമ്മുടെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു നമ്മൾ കൊല്ലത്ത് വരുന്നെങ്കിൽ വാടിയിൽ വരണം, അവിടെ വന്ന് മീൻ വാങ്ങണം, നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞു. വലിയ ഹാർബറാണെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. സ്ഥലമൊക്കെ ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോവാം. കാരണം വെച്ചാൽ ഇതിപ്പോ അടുത്താണ്, 1-1.5 കിലോമീറ്ററിനകത്താണെന്നാ പറഞ്ഞത്. അപ്പം നേരെ നമുക്ക് പോവാം. ഇല്ല ആരുടെങ്കിലും ചോദിക്കാം. ഏതോ ഒരു ഇട സൈഡിനാണെന്ന് പറഞ്ഞു. ഹാർബർ ഇട സൈഡിനാണ്. നമ്മൾ ചോദിച്ച് പോവുകയാണ്. അപ്പൊ ഭയങ്കര തിരക്കുള്ള സമയമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു, അവിടെ ഉള്ളവർ പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മളൊന്ന് വാടിയിലോട്ട് പോയിട്ട് നമ്മൾ ഇന്ന് ഹാർബറിലല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ കൊല്ലത്തും കൂടെ നമുക്കൊന്ന് പോവാമല്ലോ. മീനുണ്ടാവുമെന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞാൽ മീനാവും. ഉച്ച സമയത്ത് മീനുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ആയി. ഒരാളുടെ വീണ്ടും ചോദിച്ച് അങ്ങനെ നേരെ ഹാർബറിൽ എത്താറായി. നമ്മൾ അതിന്റെ സൂചന കിട്ടി. അതുകൊണ്ട് നമ്മൾ നേരെ വെച്ച് വിടുകയാണ്. അവർ പറഞ്ഞ് ഒരു 2 ഹമ്പുണ്ട്. ഹമ്പിന്റെ നേരെ അങ്ങ് പോയാൽ നിന്ന് ചാടി. നല്ല ഒരു സ്ഥലമാട്ടോ. ഇത് കരയിൽ നിന്ന് ഓരോ വലയ്ക്ക് മീൻ പിടിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
ഇത് പെട്ടെന്നാണ് ഇവിടെ മീൻ പിടിച്ചുകൊണ്ട് വന്നത്. കാരണം ഉൾക്കടലിൽ പോകത്തില്ല, പോയി പെട്ടെന്ന് വരെയാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് മീനാണെന്ന് അറിയത്തില്ല കേട്ടോ. നോക്കാം, എന്തായാലും നോക്കാം. അവിടത്തെ കണക്കല്ല, നമ്മൾ 5 തെങ്ങിലെ കണക്കല്ല, നല്ല വലിയ ഹാർബറാണ്. ഒരുപാട് മീനുണ്ടെന്ന് മനസ്സിലായി തോന്നുന്നു. കാരണം ഒരുപാട് വള്ളങ്ങളും ബോട്ടും ആൾക്കാരും ഉണ്ട്. എല്ലാ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് വാഹനം പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് പിന്നെ നമ്മൾ കറക്റ്റ് പാർക്ക് ചെയ്തതിന് ശേഷം ഹെൽമെറ്റ് സേഫ് ആയിട്ട് വെക്കണം. ആ ഒരൊറ്റ ഇതുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഒരു ഹെൽമെറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആറ്റിങ് എത്തുന്നവരെയും പെറ്റിയുടെ കളിയായിരിക്കും. അതുകൊണ്ട് ഹെൽമെറ്റ് എപ്പോഴും, പിന്നെ ഒരു കാര്യം എടുത്തുകൊണ്ട് പോകാന്നുള്ള ആൾക്കാർ പോകും. പിന്നെ ചിലർ കൈ കൊണ്ട് നടക്കുന്നത്. ആ ഹെൽമെറ്റ് നമ്മൾ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ഇതുപോലെ സീറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആ ക്ലിപ്പ് രണ്ടും കൂടെ അകത്താക്കിയിട്ട് സീറ്റ് അങ്ങ് പിടിച്ച് ബ്ലോക്ക് ചെയ്യും. പക്ഷേ എടുത്തുകൊണ്ട് പോകണവർ അത് കട്ട് ചെയ്തിട്ട് പോകാൻ കേട്ടോ. അങ്ങനെ പോകണമെങ്കിൽ പോട്ടെ, നമ്മൾ വെറുതെ വെളിയിൽ തൂക്കിയിട്ട് എങ്ങനെയൊന്നും കട്ട് ചെയ്ത് ഒരു സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ. ആ ഒരു ധൈര്യത്തിൽ നമ്മളിവിടെ വെച്ചിട്ട് പോകും. കാരണം കൂടുതലും ആൾക്കാരൊക്കെ തിരക്കുള്ള സ്ഥലത്ത് നമ്മളത് ഇങ്ങനെ ആക്കിയിട്ട് പോകും. നമ്മളെ ഹെൽമെറ്റിന്റെ ഭംഗി കൊണ്ട് ആരും എടുക്കും അങ്ങനെയല്ല, എന്നാലും നമുക്ക് തിരിച്ചു പോകാൻ വലിയ പാടാണല്ലോ. അപ്പം നമ്മളെന്തായാലും ഹാർബറിനകത്തോട്ട് കയറുന്നത് ഭയങ്കര തിരക്കുണ്ട്. ഒരുപാട് പരുന്തുകൾ പറക്കുന്നുണ്ട്. അപ്പോഴേ മനസ്സിലാക്കാം നല്ല രീതിയിൽ മീനൊക്കെ ഉണ്ട്. അപ്പോൾ വാങ്ങാൻ പറ്റുന്ന കണക്ക് മീനുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. നോക്കാം. എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് മീനുണ്ടെങ്കിൽ എന്തായാലും കയറുന്ന ഉണ്ടാവും തോന്നുന്നു കേട്ടോ. കാരണം പുറത്തൊക്കെ മീനും വെച്ചുകൊണ്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. താ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കണവ. ഇതിനെ ഇവര് പറയുന്ന പേക്കണവ എന്നാണ് പറയുന്നത് കേട്ടോ. പേക്കണവ. കാരണം അവരിലുള്ള ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിപ്പം ഇപ്പൊ തൊട്ടാണ് ഇത് എടുത്തു തുടങ്ങിയത്. ഇവിടെ അങ്ങനെ വലുതായിട്ട് അവര് സെയിൽ ചെയ്യത്തില്ല. ഇതെല്ലാം പുറത്താണ്. അവര് പണ്ടൊക്കെ ഇത് കളയൂന്നാ പറയണത്. ഇതിനെ കിട്ടിയ കളയും എടുക്കത്തില്ല എന്നാണ്. പേക്കണവേണ് കൊള്ളത്തില്ല എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഇമ്പോർട്ട് ചെയ്യണേ, എക്സ്പോർട്ടാണ്, ഇമ്പോർട്ടിങ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കയറ്റുമതിയാണ്, ഫുള്ള് ഇത് കയറ്റുമതിയാണ്. കയറ്റുമതി എന്ന് വെച്ചാൽ നമ്മളെ മലയാളികൾ അധികമായിട്ട് ഇത് മേടിക്കാൻ മെയിൻ കാരണം നല്ല വിലയാണ്. എത്ര? 1 കിലോയ്ക്ക് 650 രൂപയാണ്. ഇതിന്റെ ഒരെണ്ണം തന്നെ 1.5 കിലോളം വരും. ഒരു കണവ് 1.5 കിലോളം വരും. നമ്മള് ഈ ഒരു സാധനം മേടിച്ച് പെരുമാതുരം മേടിച്ച് കറി വെച്ചിട്ടുണ്ട് കേട്ടാ. അന്ന് വാങ്ങി മേടിച്ച് കറി വെച്ച ആ സമയത്ത് 500 രൂപയുണ്ട് അല്ലേ? 500 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് ഒരു ചൂര കഷ്ണത്തിന്റെ അത്രയൊക്കെ ഒരു ഇത് വരും കേട്ടോ. അത്രയും കട്ടി വരും, അത്രയും വലിപ്പമൊക്കെ വരും നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ. പക്ഷെ മറ്റേത് കണക്ക് നല്ല രീതിയിൽ അങ്ങ് മൃദുവാകത്തില്ല, നല്ല കട്ടിയാണ്. ഈ സമയത്ത് വീഡിയോ എടുക്കണേല് നമ്മൾ ജസ്റ്റ് അത് വേറെ അത് അറിയാലോ. നമ്മൾ എല്ലാവർക്കും ചെറിയ നെഗറ്റീവ് അല്ല, അങ്ങനെയല്ല. ഒരു ചെറിയ ചേട്ടൻ ഇത്തിരി കുടിച്ചേക്കാന്ന് തോന്നുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് പറഞ്ഞ് വേണ്ട എടുക്കരുത്, ഇവിടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ്. ജസ്റ്റ് അത് ചിലർ കാണുമല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ ചോദിച്ചു ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ്റെ വീഡിയോ അല്ലല്ലോ എടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അപ്പോൾ അയാൾക്ക് സത്യം പറഞ്ഞാൽ ചുമ്മാ ചെറിയൊരു ഷോ കാണിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ നെഗറ്റീവ് അടിക്കാനായിട്ട്. കാരണം നമ്മൾ തമിഴിൽ കൊടുത്തത് കണക്ക് തന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ചെറിയ സീനായി. വേറെ വിഷയമല്ല, ഇവിടെ വേറെ ചേട്ടന്മാരെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരാൾ മാത്രം ഇച്ചിരി ഇതായിട്ട് നമ്മൾ പിന്നെ അതായിട്ട് അത് അങ്ങനെയല്ല. അയാള് ചുമ്മാ ഷോ കാണിച്ചതാണ്. ഷോ കാണിച്ച് നമ്മൾ വെറുതെ അങ്ങ് കളഞ്ഞ്. പിന്നെ ഇവരൊരു പാടെന്ന് പറഞ്ഞ് വല്ലാത്തതാണ് കേട്ടോ, കഷ്ടത്തിലാണ്. കാരണം ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇത് ഓരോന്നും ചെയ്യുന്നത്. ഈ ചേട്ടനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ഈ വെള്ളം പിടിക്കുന്ന ചേട്ടന് വേറെ അപ്പുറത്തോട്ട് നിൽക്കുന്നത്, ആ ചേട്ടനോട് സപ്പോർട്ട് ചെയ്യാൻ നല്ല ഇതിൽ. ഇത് നമ്മളെ കിളിവണ്ടോ ചെങ്കലവ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? ഈ ചുവന്ന മീനിനെ കിളിവണ്ട അങ്ങനെയൊക്കെ പറയും. അപ്പം അവിടെ നിൽക്കുന്നവരെ ബാക്കിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കറുത്ത മണലാണ് അവിടെ ഈ കട. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് മൊത്തം കണ്ട ഈ കണവയാണ് വന്നത്, കംപ്ലീറ്റ് കണവയാണ് വന്നത്. ഒരുപാട് കണ വന്നു. കാരണം ഇതിപ്പോ ഉൾക്കടലിലല്ല, കുറച്ച് നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ദൂരെ പോയി പിടിച്ചു. അവര് പറയുന്ന വെച്ചാൽ ഇത് അവർക്ക് പോലും കിട്ടൂല. ഈ കഷ്ടപ്പെട്ട് ഇത്രയും ജോലി ചെയ്ത് വരുന്ന അവർക്ക് പോലും ഇതൊന്നും ഒരെണ്ണം എടുക്കത്തില്ല. ഇവരെ കാര്യമൊക്കെ നമ്മളുടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ അവരാ വീട് വെള്ളം കയറി പോയി. അങ്ങനെ നമ്മൾ നേരെ കൊല്ലം തിരിച്ച് നേരെ വന്നു കേട്ടോ. അവിടെ നേരെ വന്ന് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊല്ലത്ത് നമ്മൾ ഷേക്ക് കടയിൽ കയറി. ഇത് നമ്മളെ സ്ഥിര ഷേക്ക് കടയല്ല, നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം കുടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ നമുക്ക് അഭിപ്രായം പറയും, നമുക്ക് കേൾക്കാം. യൂട്യൂബ് വഴി ഇങ്ങനെ ഒരു പെണ്ണ് കിട്ടുന്നുണ്ട്. അവളെ വീട്ടുകാരെ പഠിച്ച് നീളെ കിട്ടിയെന്ന് പറഞ്ഞേ
അവക്കെന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് പോയി വീണ് പോയി ഇല്ല മോളെ. നീ പഠിച്ചല്ലേ പറ്റൂ ആയുഷ്കാലം മുഴുവത്തി. നിന്റെ വീട്ടുകാരെ നിന്നെ പഠിച്ചു, ഇവൻ നിന്റെ വീട്ടുകാരെ പഠിച്ചു, അത്രേ ഉള്ളൂ. ഷേക്ക് അടിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കാം. കാരണം നമ്മൾ ഇതിനു മുന്നേ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ആ സൂപ്പറാണ്. എന്ന് വെച്ചാൽ കൊല്ലത്തോട്ട് പോകുന്നവരും കൊല്ലത്തുള്ളവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതായത് അവിടുത്തെ ഒരു പള്ളിയുടെ ഓപ്പോസിറ്റാണ്. അത് ആ പള്ളിയുടെ കൊച്ചു അങ്ങനെ എന്താണ് വായിക്കാൻ കറക്റ്റ് പറ്റില്ല. ആ നേരെ ഓപ്പോസിറ്റാണ് ആ കട കേട്ടോ. എല്ലാ ഷേക്കും ഉണ്ട്, എല്ലാ ഷേക്കും ഉണ്ട്. ബദാം ഷേക്ക്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഷേക്കുകളുണ്ട്. അടിക്കണണ്ടാ നമ്മളെ മുന്നിൽ വെച്ച് തന്നെ ഫ്രഷ് ആയിട്ട് അടിച്ചു തരുന്ന ഐറ്റമാണ് കേട്ടോ. ഒരുപാട് വെള്ളമല്ല ചേർത്തേക്കുന്നത്, ഒരുപാട് കട്ടിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്ന വഴിയിൽ അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന വഴിയിൽ അതാ കാണുന്നത് ഒരേ വെറൈറ്റി സാധനങ്ങൾ. കിളിക്കൂട് എന്തിരുന്നേ കിളിക്കൂട് ഈ കാണുന്ന സാധനം കിളിക്കൂട്. അങ്ങനെ നമ്മള് വടകൾ മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മുടെ കാടമുട്ടയില്ലേ, കാടമുട്ട വഴറ്റി വെച്ചേക്കുന്നത്, അതൊക്കെ 20 രൂപയാണ്. പിന്നെ പോക്കറ്റ് ഷവർമ, ഈ ഐറ്റംസ് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ കാണുന്നതിനെക്കാട്ടിയും വേറെ ആണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളു. അപ്പം നമ്മൾ പോണ പോക്കാണ്. ഇനി നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇതാ നമുക്ക് കിട്ടിയ മെയിനാണ് ഇത്. നമുക്ക് കോളയോ അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് പേര് പറഞ്ഞ വീട്ടിൽ. ഹായ്. അപ്പം നമ്മളിതായിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ആകെ ടയേർഡാണ്, ഭയങ്കര ക്ഷീണം. കാര്യം നല്ല ബ്ലോക്കും പിന്നെ നിങ്ങൾ പറഞ്ഞ കണക്ക് നമ്മൾ ഹാർബറിൽ പോയി അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പറ്റുന്ന കണക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹാർബറിൽ നല്ല സീനൊക്കെ ആയി, അതൊക്കെ നമ്മളതിൽ പറയാം കേട്ടോ. വലിയ സീനൊന്നുമല്ല, വലിയ കുഴപ്പമൊന്നുമില്ല, അടി കിട്ടിയില്ലെന്നേ ഉള്ളു. പിന്നെ നമ്മൾ അങ്ങോട്ട് സീനാക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഓക്കെ ആക്കി. ഇപ്പം എന്നുവെച്ചാൽ നമ്മൾ സീനാക്കിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കൂടെ ഒരു 3 പോലീസുകാർ അവിടെ നമ്മളെ കൂടെ അല്ല അവിടെ ഉണ്ടായിരുന്നു, ഹാർബറിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് സംസാരിച്ചാലും വേറെ പ്രശ്നമില്ലെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ഇടിയിട്ട് 100 ഇടിയുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായ നിങ്ങൾ പറഞ്ഞ കണക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊല്ലത്ത് വന്ന് എല്ലാം ചെയ്തിട്ടുണ്ട്. പാർക്കുണ്ട്, ബാക്കിയൊക്കെ വീഡിയോയിൽ കാണും കേട്ടോ. വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ അത്. അപ്പോൾ ഓക്കെ ടാറ്റ. അടുത്ത വീഡിയോ സെറ്റ് ചെയ്യാം. ടാറ്റ ബൈ.